അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാരവാൻ്റെ പുറകിൽ നിന്ന് രക്തം ഇങ്ങനെ തളം കെട്ടി കിടക്കുന്നു. അപ്പം വനം വകുപ്പ് അങ്ങനത്തെ ആൾക്കാരൊക്കെ വരുന്നു, പരിശോധിക്കുന്നു. ആരും മനുഷ്യനെ, ജൂനിയർ ആർട്ടിസ്റ്റിനെയോ ടെക്നിക്കൽ ആൾക്കാരെ ആരോ പിടിച്ചു, കടുവ പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ആ കാട് ബീനാച്ചി എസ്റ്റേറ്റ് എന്ന് വെച്ചാൽ ബ്ലാക്ക് പാന്തർ ഉള്ള കേരളത്തിലെ ഏക കാടാണ്. ട്രെയിലറിൽ ഫസ്റ്റ് കാണിക്കുന്ന ഒരു ക്ലോസിൽ വരുന്നൊരു ലുക്ക് ഉണ്ട്. ആ ലുക്കിൽ തന്നെ നമുക്ക് പെട്ടെന്നൊരു മീശയൊക്കെ അങ്ങനെ ഒരു എന്തോ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് പുള്ളിയുടെ ആ സ്ക്വയർ ഫേസിനെയൊക്കെ അങ്ങനെ നമുക്ക് അത് ടോവിയുടെ ഐഡിയ ആയിരുന്നു. ആക്ച്വലി നമ്മൾ ലുക്കിൽ എന്തെങ്കിലും ഡിഫറൻസ് വെക്കണം എന്നുള്ളത് ആലോചിച്ച സമയത്ത് ടോവിയുടെ തന്നെ ഒരു ഐഡിയ ആണ്. മീശ നമുക്ക് അത്തരത്തിൽ പിടിക്കാം. പിന്നെ ബാക്കി ജസ്റ്റസ് ഒക്കെ നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ മീശ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഈ ഇഷ്കിൽ ശരിക്കും ഷൈൻ ടോം ചാക്കോന്റെ ക്യാരക്ടർ മാറിപ്പോയത് പിന്നെ ആ സിനിമയിൽ ശരിക്കും ടോവിയും സുരാട്ടനായിരുന്നു നമ്മൾ ആദ്യം. അത് പിന്നെ പ്രൊഡക്ഷൻ ഇഷ്യൂസ് ടോവിയുടെ കമ്മിറ്റ്മെന്റ് അത് അവന് എന്ത് കിട്ടിയാലും പൂർണ്ണമല്ല, അവന് വേണം മോർ എന്നുള്ളത്. ആ ത്വരയാണ് അവനെ മുന്നോട്ട് നയിക്കുന്നത്. കുറച്ചും കൂടി വേണം, കുറച്ചും കൂടി നന്നാവണം, ഇത് പോരാ എന്ന് പറയുന്ന എല്ലാ രാവിലെയും അവനെ നയിക്കുന്ന ഘടകമാണ് എനിക്ക് തോന്നുന്ന കേട്ടോ. ഹായ്, നരിവേട്ട സിനിമയുടെ സംവിധായകൻ അനുരാജ് മനോഹറും റൈറ്റർ അബിൻ ജോസഫുമാണ് കൂടെയുള്ളത്. വെൽക്കം. ട്രെയിലർ കണ്ടപ്പോൾ വലിയൊരു എക്സൈറ്റ്മെൻറ്റാണ് ഞങ്ങൾക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നരിവേട്ട. ഞാൻ ട്രെയിലറിലും സിനിമയിലേക്കൊക്കെ പോകുന്നതിൻ്റെ മുമ്പ് ഇഷ്ക് കണ്ടറിയാം, അതുപോലെ തന്നെ വായിച്ചറിയാം എനിക്ക് അബിൻ ജോസഫ് എന്ന റൈറ്ററെ. അതുപോലെ നിങ്ങളുടെ പൊളിറ്റിക്സ് ആണെങ്കിലും നിങ്ങളുടെ വ്യൂസ് ആണെങ്കിലും ഫേസ്ബുക്കിൽ കണ്ടിട്ടും അറിയാം. ഈ കണ്ണൂരുകാരാണ്. എങ്ങനെയാ ഒരു യൂണിയൻ എവിടെ നിന്ന് തുടങ്ങിയതാ? കൊച്ചിയിൽ വെച്ചിട്ടാണ്. കണ്ണൂരല്ല, അല്ലല്ല, കൊച്ചിയില്ല. സിനിമയാണ് നമ്മളുടെ കണക്ടിങ് പോയിന്റ്. പിന്നെ അബിന്റെ നേരത്തെ പറഞ്ഞ അബിന്റെ കഥ വായിച്ചിട്ടാണ് അബിനെ ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നത്. അത് ഇഷ്കിന് മുമ്പാ. അപ്പോൾ നമ്മൾ രണ്ടുപേർ ആരായിക്കോട്ടെ, എക്സ് ഓർ വൈ, രണ്ടുപേർ കണക്ടിങ് പോയിന്റ് സിനിമയാണെങ്കിൽ അത് കുറച്ചും കൂടി സുന്ദരമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് സെയിം വേവ് ലെങ്ത് ആണെങ്കിലും ഓക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്കമാണ് നരിവേട്ടയുടെ റിലീസിംഗ് ഡേറ്റിലേക്ക് അടുക്കുന്ന ഈ ചാനൽ ഇന്റർവ്യൂ. ഏത് കാലഘട്ടത്തിലാണ്? കുറച്ച് മുന്നേ ആണോ അതോ റീസെന്റ് ആണോ? ആദ്യമായിട്ട് വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു 2017-18 സമയത്താണ്. ഇഷ്കിന്റെ കഥയൊക്കെ ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ ഫസ്റ്റ് പടം ചെയ്യാൻ പോവാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. പിന്നെ ഇഷ്ക് കഴിഞ്ഞ് അന്ന് എൻ്റെ കഥകൾ, ഞാൻ സിനിമ അങ്ങനെ സീരിയസ് ആയിട്ട് ആലോചിക്കുന്ന സമയമല്ല. അന്ന് രതീഷ് ജോയിൻ ചെയ്തിട്ടില്ലേ? ഇല്ല, രതീഷേന്റെ കൂടെ ഞാൻ പുള്ളിക്കാരൻ സ്റ്റാർ എന്നൊരു നമുക്ക് പടം ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അതിന്റെ റൈറ്റർ രതീഷാണ്. അത് 2016 സമയത്ത്. ആ സമയത്ത് നമ്മൾ ചെറിയ പലതരത്തിലുള്ള ആലോചനകൾ രതീഷേട്ടനായിട്ടുണ്ട്. അപ്പം അതിന്റെ കഥ വായിച്ചപ്പോഴാണ് അവനെ വിളിക്കുന്നത്. പിന്നെ ഇഷ്ക് കഴിഞ്ഞിട്ട് വിളിച്ചു. പക്ഷെ അന്ന് എൻ്റെ അങ്ങനെ പ്രോമിസിങ് ആയ പറ്റിയ കഥകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു കഥ മലയാള മനോരമയിൽ വന്ന സമയത്ത് അത് വായിച്ചിട്ട് എൻ്റെ അത് ഇഷ്ടപ്പെട്ടു, നമുക്കിത് പിടിക്കാം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അതിൻ്റെ ഒരു ആലോചനയൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഈ ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നത്. ഞാൻ വിളിച്ച് പറഞ്ഞു, ഫോണിൽ പറയുന്നു. അന്ന് ഞാനും കൊച്ചിയിലുണ്ട്. അങ്ങനെയാണ് പിന്നെ വളരെ പെട്ടെന്ന് നമ്മൾ ടോവിയുടെ അടുത്ത് കഥ പറയുന്നു. ഇവർ ദീർഘകാല സുഹൃത്തുക്കളാണ്. അപ്പം പെട്ടെന്ന് കഥ പറയാൻ പറ്റി. ടോവി ഒന്ന് എസ് പറഞ്ഞിടത്താണ് ഇത് ഓണാവുന്നത്. അങ്ങനെയാണ് പിന്നെ നിരന്തരമായിട്ട് പിന്നെ ഞങ്ങൾ വേറെയും കഥകൾ ആലോചിക്കുന്നു. അപ്പം ഒരു കഥയും കൂടെ ഏകദേശം ഇങ്ങനെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ അതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 10-20 വർഷം മുമ്പ് നടന്ന കേരള ചരിത്രത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ്, നമുക്കൊരു സമരമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഇതിൽ ഇങ്ങനെ ഒരു സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയം തന്നെ ഇപ്പം അധികം ഒന്നും അടുപ്പിച്ചൊന്നും വരാറില്ല ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഇതിൽ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇത് നമുക്ക് ഒന്നിച്ചുള്ള ഒരു ഫസ്റ്റ് സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഇത് ഒന്നാമത് കഥ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ധാരണ എന്ന് വെച്ചാൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് തീരുമാനിക്കാൻ പറ്റുന്ന സാധനമല്ല. നമ്മളുടെ ജീവിത പരിസരത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ, വായിക്കുന്ന എഴുത്തുകൾ, വാർത്തകൾ, ഇതൊക്കെയാണ് നമുക്ക് ഉള്ളിൽ ഇത് രൂപപ്പെട്ട് വരുന്നത്. അപ്പോൾ ഈ കഥ പറയേണ്ടതാണെന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് നമ്മളിത് ഫോർവേഡ് ചെയ്യുന്നത്. ഇപ്പോൾ പെർട്ടിക്കുലർ ഇൻസിഡൻ്റ് അല്ല ആ കഥയുടെ കഥ ഈ ഇൻസിഡൻറ്റ് വെച്ചിട്ടല്ല കഥ ഉണ്ടായ. കഥ പോകുന്ന ബുക്കിൽ ഇൻസിഡൻറ്റിലേക്ക് നമ്മൾ തന്നെ കൊളാബ് ചെയ്ത് വരികയാണ്. വർഗീസ് പീറ്റർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെയാണ് എനിക്ക് കിട്ടുന്നത്. അതായത് ഇപ്പോൾ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, വളരെ സാധാരണക്കാരനായ ഒരു പ്രിവിലേജ് ഇല്ലാത്ത ഒരാളുടെ കയ്യിൽ അധികാരം കിട്ടിയാൽ അയാൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഈ കഥ ഉണ്ടാകുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഈ ക്യാരക്ടറിനെ ഫോളോ ചെയ്ത് പോയപ്പം ഇയാൾ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ, ഒരു പർട്ടിക്കുലർ സമയത്ത്, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എത്തണം. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വേണം. അപ്പോൾ അതെന്തായിരിക്കും എന്നുള്ള ആലോചനയിൽ നിന്നാണ് ഇങ്ങനെ ഒരു സമരത്തിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പിലേക്ക് എത്തുന്നത്.
പലരും വിചാരിച്ചത് ഇത് വെച്ചിട്ടുണ്ടാക്കിയതാണ്, ശരിക്കും സത്യത്തിലല്ല. ഞാൻ ആ ഈ സിനിമയുടെ ക്രാഫ്റ്റ് നോക്കിയാലും മനസ്സിലാവും. ഇത് ഒരു ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു യാത്രയാണ്, തുടക്കം മുതൽ അവസാനം വരെ. അതിലേക്ക് ഇത് ഫിറ്റ് ഒരു പർട്ടിക്കുലർ സിറ്റ് നമ്മൾ ഇങ്ങനെ കഥ ഇങ്ങനെ ആലോചിച്ച് പോകുമ്പോൾ ഒരു സ്റ്റേജ് എത്തുമ്പം ഇനി ഇയാളൊരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിൽ എത്തണം എന്നുള്ള ഘട്ടത്തിലാണ് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സമരത്തിന്റെ ഒരു ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു ആ ഒരു സമരഭൂമിയിൽ ഇയാൾ എത്തിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ആലോചന നിന്നാണ് പിന്നെ ബാക്കി പ്രൊസീഡ് ചെയ്ത് പോയത്. അപ്പോൾ ഒരു ഫിക്ഷൻ എലമെന്റ് എന്തായാലും ഒരു സിനിമ, ഇപ്പം നമുക്ക് മിന്നൽ വളയൊക്കെ പാട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും ഫിക്ഷൻ എന്നുള്ളത് കൊണ്ടുവരും. പക്ഷെ ഇങ്ങനെ ഒരു ചിന്തയിലാവുമ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടെ ഫിക്ഷൻ ബ്ലെൻഡ് ചെയ്യാൻ എളുപ്പമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമ്മളൊരു സാധനം എടുത്ത് അവതരിപ്പിക്കുമ്പോൾ ഒരു ഡോക്യുമെന്റേഷൻ ചെയ്യാൻ പറ്റും. സിനിമയ്ക്ക് അതിന്റെ സ്വാതന്ത്ര്യമുണ്ട് സിനിമ ചെയ്യുന്ന ആൾക്കാർക്ക്. നമുക്കൊരു സോഷ്യൽ പൊളിറ്റിക്കൽ സിനാറിയോ എടുത്തു കഴിഞ്ഞിട്ട് അതിലേക്ക് സംവിധായകൻ്റെയും തിരക്കഥാകൃത്തിൻ്റെയും ഭാവനകളെ ആഡ് ചെയ്യാൻ പറ്റണം എന്ന് മാത്രമല്ല, അത് കമ്മ്യൂണിക്കേറ്റീവ് ആവണം. അപ്പോൾ അത് നമ്മൾ ചൂസ് ചെയ്ത പ്രതലം ഏതാണെന്നുള്ളത് നമ്മൾ മുന്നോട്ടുള്ള യാത്രയിലാണ് അത് വരുന്നത്. നമുക്ക് രണ്ടുപേർക്കും കണക്ട് ആവുന്ന സാധനത്തിലേക്ക് അതിനെ കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു തിൻ ലൈൻ ഇല്ലേ ഇപ്പോഴും? കാരണം നമുക്കറിയാം ഇപ്പൊ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വൈറസ് ഇറങ്ങുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾ എടുത്ത് അതിലെ സിറ്റുവേഷൻ എടുത്ത് കുറച്ചു മുമ്പ് കൂടെ നടന്നതായതുകൊണ്ട് ആൾക്കാർക്ക് അത്രയും ഓർമ്മ നിൽക്കുന്നുണ്ട്. അപ്പൊ വിമർശനങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഫിക്ഷൻ. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം നമ്മളിപ്പോ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിനെ മാത്രം ഹുക്ക് ചെയ്തിട്ടല്ല എടുക്കുന്നത്. പക്ഷെ അതിൽ നമുക്ക് പെട്ടെന്ന് കണക്ട് ആവാൻ വേണ്ടിയിട്ടുള്ള ഇപ്പൊ ട്രെയിലർ കണ്ടു. ട്രെയിലറിൽ നമുക്ക് ഈ പറയുന്ന പോലെ കണക്ഷൻ പോയിന്റുകൾ നമ്മൾ പർപ്പസ്ഫുള്ളി ഇട്ടതാ. സിനിമ മാർക്കറ്റ് ചെയ്യേണ്ട കാലമാണിത്. നല്ല സിനിമ എടുത്തു വെച്ചിട്ട് കാര്യമില്ല. ഇത് ആൾക്കാരിലേക്ക് എത്തണം, ആൾക്കാർ സിനിമ കാണണം, ആൾക്കാർ സിനിമ മോശമല്ല എന്ന് പറയണം. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെയാ ഈ സിനിമയുടെ കണ്ടന്റ് എന്താണെന്ന് കാണിക്കുക എന്നുള്ളതാണ്. ഹൈഡ് ചെയ്ത് വെക്കാൻ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇത് വെച്ചിട്ട് ഈ സിനിമയാണ് നിങ്ങൾ കാണാൻ വരുന്നത് എന്ന ബോധ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് നടന്നിരിക്കുന്നത്. ഇപ്പം 21 വർഷത്തിന് ശേഷവും 21 വർഷത്തിന് മുമ്പ് എന്ന് പറയുന്നതിനപ്പുറത്ത് 21 വർഷത്തിന് ശേഷവും സമകാലികമായ സാഹചര്യങ്ങളിൽ ആദിവാസി ഭൂപ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്, സമരങ്ങൾ നടക്കുന്നുണ്ട്, അതിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അത് ഈ പറഞ്ഞ അത്രയും ഇന്റൻസിറ്റി ഇല്ലെങ്കിൽ പോലും ഈ വിഷയം പ്രസക്തമാണ്. അതെ, അടയാളപ്പെടുത്തേണ്ടതുണ്ട്, നീതി ഇനിയും ലഭിക്കേണ്ടതുണ്ട് എന്നതൊക്കെയാണ് നമ്മുടെ മാനദണ്ഡമായി ഉണ്ടായിരുന്നത് ആ കാലഘട്ടത്തിൽ. ഇതിലേക്ക് ഈ ഒരു ആ ഒരു പെർട്ടിക്കുലർ സമരം മാത്രമാണോ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് സമരം ഏത് സമരം എന്ന് പറയുന്നില്ല, ഒരു ഭൂസമരം നടക്കുന്നു, അതിനെ എങ്ങനെ വേണമെങ്കിലും ആളുകൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. പിന്നെ കുറച്ചുകൂടെ ആളുകൾക്ക് ഇപ്പം കണക്ട് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പോപ്പുലറായ ചില ഇമേജറികൾ വെക്കും. ഇപ്പം കുറെ കാലം മുമ്പ് വരെ സിനിമകളിൽ ഒരു മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ VS ആയിരിക്കും. 90s സിനിമകളിലെ ഒരു മുഖ്യമന്ത്രിയാണ് നായനാരോ കരുണാകരനായിരിക്കും. അപ്പം അത് ചെയ്യുന്ന പോപ്പുലർ കൾച്ചറിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് പെട്ടെന്ന് ആളുകൾക്ക് ഇതിൽ കണക്ട് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത്തരം സംഗതികൾ നമ്മളും യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് റിയൽ ആണെന്ന് തോന്നിയേക്കാവുന്ന ചില നമുക്ക് റിസംബിൾ ചെയ്യാൻ പറ്റുന്ന ചില എന്താ പറയാ ചില പോർട്രയൽസ് നടന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ ഓർമ്മ വരുന്നത് കമന്റിലും ഒക്കെ കണ്ടായിരുന്നു. അത് പോപ്പുലർ കൾച്ചറിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് അത്തരം പക്ഷെ അത് റിയൽ ആണെന്ന് നമ്മൾ എവിടെയും പറയുന്നൊന്നുമില്ല. ഇന്നതാണെന്നോ ഇന്ന കഥാപാത്രമാണെന്നോ ഒന്നും പറയുന്നില്ല. വേറെ കഥാപാത്രങ്ങൾ അത്തരത്തിൽ ഇപ്പൊ പറഞ്ഞ സിനിമയിൽ അതായത് ഇപ്പൊ സപ്പോസ് 21 വർഷം മുമ്പുള്ള ആ ഇൻസിഡന്റിനെ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ അന്ന് ജനിച്ചൊരു കുഞ്ഞിന് ഇപ്പൊ 24 വയസ്സായി. അവരാണ് ഇപ്പോഴത്തെ സീരിയസ് ഇനീഷ്യൽ കളക്ഷനൊക്കെ ബാധിക്കുന്നത്. അപ്പൊ അതിൽ ഇത് അറിയുന്നവരായാലും ഇത് അറിയാത്തവരായാലും ഇതൊരു എന്റർടൈൻമെന്റ് പാക്ക് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അത് ത്രൂ ഔട്ട് അതിന്റെ ഇമോഷൻ, അതിന്റെ മേക്കിങ്ങിന്റെ ഒരു എലാബറേറ്റഡ് സ്കെയിൽ അതൊക്കെ കണ്ട് അതിന്റെ കോൺഫ്ലിക്റ്റുകളൊക്കെ കണ്ട് ഇത് ഒരു സിനിമയായിട്ട് എൻജോയ് ചെയ്ത് പോകാനും പറ്റും. എന്നാൽ അതിന്റെ അകത്തുള്ള ലെയേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ പുനർവായനയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കുകയും ചെയ്യും. എന്തായിരുന്നു റിസർച്ച്? കാരണം നമുക്കൊരു ഇൻസിഡന്റിനെ എടുത്ത് വെക്കുക എന്ന് പറയുമ്പോൾ വലിയ റിസ്ക്കും കൂടിയാ. വെറുതെ എല്ലാവരും ഈ പറഞ്ഞ കമ്പാരിസൺസ് വരാം. നമ്മൾ റിയൽ ഇൻസിഡന്റിനെ ആസ് ഇറ്റ് ഈസ് നമ്മൾ പോർട്രേ ചെയ്യുന്നില്ലെങ്കിൽ ഒരുപാട് റിസർച്ചുകളുടെ ആവശ്യമില്ല. കാരണം നമ്മൾ ഒരു ഡോക്യുമെന്റേഷൻ ആണെങ്കിൽ റിസർച്ചുകൾ വേണം. ഇതിപ്പം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു, അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. അതിനിടയിൽ കൂടെ നമ്മൾ നമ്മുടെ കഥ പറഞ്ഞു പോവാണ്. അപ്പം അതിനൊരു പരിധിക്ക് അപ്പുറമുള്ള റിസർച്ചുകളൊന്നും നടന്നിട്ടില്ല സത്യത്തിൽ. അതിൻ്റെ ഒരു പ്രിമൈസ് സെറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളതിനപ്പുറത്ത് ഭയങ്കരമായ റിസർച്ചുകളുടെ ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഒരു മിസ്റ്ററി ത്രില്ലർ കീപ്പ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഞാൻ സ്ക്രിപ്റ്റിൽ ശ്രമിച്ചിട്ടുള്ളത്.
പിന്നെ വിഷ്വലൊക്കെ ചെയ്യുന്നതിനകത്ത് പല കുറച്ചും കൂടി അത് അഭിനയെഴുതിയ സ്ക്രിപ്റ്റ് നമ്മളെല്ലാവരും വായിച്ചിട്ട് നമുക്ക് നല്ലതെന്ന് പറയുന്ന സ്ക്രിപ്റ്റിനെ അടുത്ത ചലഞ്ച് ഫിലിം മേക്കറിന്റെ ചലഞ്ച് വെച്ചാൽ അതിനെ എലിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എലിവേറ്റ് ചെയ്യുമ്പോൾ ആ സ്ക്രിപ്റ്റ് ആൾക്കാരിലേക്ക് എത്തിക്കണം, അതിന് വിഷ്വൽ ട്രീറ്റ്മെന്റ് അത്രത്തിലാവണം. ഇപ്പം ആനയ്ക്ക് മതം പൊട്ടി ഉത്സവം കുളമായി എഴുതി പറഞ്ഞതുപോലെ എഴുതി വെക്കാന്ന് പറഞ്ഞതുപോലെ നമുക്ക് അത്ര ലളിതമല്ല അത്. ചില വാക്കുകളെ ചില വരികളെ നമുക്ക് പോർട്രേറ്റ് ചെയ്യുമ്പോൾ. അപ്പം എൻ്റെ ലിമിറ്റേഷൻ വെച്ച് എൻ്റെ സാധ്യതകൾ വെച്ചിട്ട് ഞാൻ അതിനെ ഇത്തരത്തിലുള്ള കണക്റ്റീവ് സ്പേസുകളിലേക്ക് പോയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോഴും നിങ്ങൾക്ക് അതിനകത്ത് സിനിമയെ കാണാം. അപ്പം അനീതി നടന്നിട്ടുണ്ടോ ഇത്തരം സ്ഥലങ്ങൾ? ചെങ്ങറ ആയിക്കോട്ടെ, മുത്തങ്ങ ആയിക്കോട്ടെ, നന്ദിഗ്രാം ആയിക്കോട്ടെ, വെടിവെപ്പ് നടന്ന സ്ഥലങ്ങളായി. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് സിസ്റ്റം സമരക്കാരോട് ചെയ്തത് എന്ന തരത്തിൽ റീഡ് ചെയ്യണം. ആ ചർച്ചകൾ നടക്കണം. ഇപ്പം സംഭവം നടക്കുന്നത് വർഷാവർഷങ്ങളിലൊരു ഓർമ്മക്കുറിപ്പെന്ന പോലെ അരമണിക്കൂർ ചാനൽ പ്രോഗ്രാമിലേക്ക് ഒതുങ്ങുന്നുണ്ട് ഇത്തരം വലിയ സമരങ്ങളുടെ ക്രൂരതകൾക്ക് എതിരെയുള്ള ഫൈറ്റ്. അപ്പോൾ കുറച്ചും കൂടി നല്ല നിലയിലേക്ക് ചർച്ച ചെയ്യാൻ ഈ സിനിമയ്ക്ക് പറ്റട്ടെ എന്നതും കൂടി നമ്മളെ സതുദ്ദേശപരമായ കാര്യം കൂടിയാണ്. ഇഷ്ക് താരതമ്യേന ചെറിയ സ്കെയിലാണ്, അവിടുന്ന് ഇത്രയും വലിയൊരു സ്കെയിലേക്ക് ഒരു ടെക്നീഷ്യനാണ്. അപ്പോൾ നമുക്ക് കഥയും എല്ലാം റെഡി ആണെങ്കിലും ഈ പറഞ്ഞ വിഷയം വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പം 100 പോലീസുകാർ എന്ന് പറയുന്നതിന് അവിടെ ഒരു എന്താ പറയുക പ്രക്ഷോഭം നടക്കുന്നു എന്ന് പറയുന്നതിനെ ചിത്രീകരിക്കണം, അതും അത്രയും ഭംഗിയിൽ. എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടും നമ്മൾ ചലഞ്ചിങ് ആയി തോന്നി. ഇതൊരു കുട്ടനാടിന്റെ പോർഷൻ ഉണ്ടായിരുന്നു നമുക്ക്. ഇപ്പൊ കുട്ടനാട്ടിൽ ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. നമ്മൾ ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിൽ ഷിഫ്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു പാർലൈറ്റ് എടുത്ത് നമ്മൾ ലൈറ്റ് ബോയ് ചങ്ങാതി എടുത്ത് അത് വണ്ടി കയറ്റി ബോട്ടിലിറക്കി, ബോട്ടിൽ നിന്ന് കരയിലിറക്കി അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകണം. അപ്പോൾ ഫിസിക്കൽ എഫേർട്ട് കൂടുതലുണ്ടായിരുന്നു നമ്മൾ ചങ്ങനാശ്ശേരി ഏരിയയിലായിരുന്നു, അതായത് ടെക്നിക്കലി വർക്ക് ചെയ്യുന്നത്. പക്ഷേ ക്രാഫ്റ്റ്മാൻഷിപ്പിൽ കുറച്ചും കൂടി എലാബറേറ്റഡ് സ്കെയിൽ ഉണ്ടായിരുന്നത് വയനാട്ടിലാണ്. അപ്പോൾ രണ്ടും സെയിം ടൈം നമുക്ക് ടാസ്ക്കാണ്. അപ്പോൾ ഫിസിക്കൽ ടാസ്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്ന സിനിമയാണ്. പിന്നെ ഇഷ്ക് ആസ് എ ഫിലിം മേക്കർ എൻ്റെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു വീട്, ഒരു കാറ്, ലിമിറ്റഡ് ആർട്ടിസ്റ്റ്. അപ്പം അത് ചെയ്ത് ഇപ്പോൾ 12 ആംഗ്രി മാൻ സിനിമ കണ്ടു നോക്കുക. അപ്പം അതൊരു ചലഞ്ചാണ് ആക്ച്വലി. അപ്പോൾ അത് പിക്ക് ചെയ്യുക, ആദ്യ സിനിമയായിട്ട് അത് ചെയ്യണോ എന്ന് ചോദിച്ചവരുണ്ടായിരുന്നു. അപ്പം അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി E4 എന്റർടൈൻമെന്റ് എന്നുള്ളൊരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായി, അതിൽ അഭിനയിക്കാൻ ആൾക്കാരുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് സിനിമ സംഭവിക്കുന്നത്. സംവിധായകൻ ഒറ്റയ്ക്ക് ഒരു മാജിക്കും ഒരു യുദ്ധം നടത്താൻ പറ്റില്ല. അപ്പോൾ സംവിധാനം തന്നെ ലീഡ് ചെയ്യാന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഈ സിനിമയ്ക്കും പ്രതിസന്ധി ഘട്ടങ്ങൾ ആ ഘോഷയാത്രയായിരുന്നു, പ്രതിസന്ധികളുടെ ഘോഷയാത്രയായിരുന്നു ഈ സിനിമ. ബേസിക്കലി ഒരു സിനിമ ഇപ്പം സക്സസ്ഫുൾ സിനിമകൾ തിയേറ്ററിൽ ഓടുന്നത് അനുസരിച്ച് ടെംപ്ലേറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. യൂഷ്വൽ ടെംപ്ലേറ്റുകൾക്ക് വിധേയപ്പെടേണ്ടി വരും പലപ്പോഴും ഫിലിം മേക്കേഴ്സ്. അത് പ്രേക്ഷകർ കൂടെ ഇൻവോൾവ് ചെയ്തൊരു പ്രോസസ്സാണ്. എന്നാൽ നല്ല സിനിമകൾ ഓടുന്ന സ്ഥലം കൂടിയാണ് ഇത്. കിഷ്കിന്ദ കണ്ടം ഇവിടെ ഭയങ്കരമായിട്ട് ഓടി. പിന്നെ ജോഫിന്റെ രേഖാചിത്രം അത്യാവശ്യം കളക്ട് ചെയ്യപ്പെട്ട സിനിമയാണ്. അപ്പോൾ ടെംപ്ലേറ്റുകളല്ലാതെ ചെയ്ത സിനിമകളായതുകൊണ്ടാണ് അതിനൊരു മറ്റൊരു തരത്തിലുള്ള ചെയർ കിട്ടുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് ഉണ്ടായ ചില പ്രതിസന്ധികൾ അത്തരത്തിലാണ്. അപ്പം ഉണ്ടായിരുന്ന പ്രൊഡ്യൂസർ ആദ്യം ഉണ്ടായിരുന്ന മാറി, പകരം ടിപ്പു ഷിയാസ്ക എന്ന് പറഞ്ഞ ടിപ്പുവിന്റെ സുഹൃത്താണ്, ദീർഘകാലത്തെ സുഹൃത്ത്, നാട്ടുകാരനാണ്, കണ്ണൂരാണ്. ഷിയാസ്ക അവർ രണ്ടും ചേർന്ന് ഇന്ത്യൻ സിനിമ കമ്പനിയിലേക്ക് എത്താൻ എടുത്ത പ്രയാസം, അത് ആ പ്രയാസകാലത്ത് ടോവിനോ എന്നുള്ള സുഹൃത്ത് ആക്ടറിനപ്പുറത്ത് ദീർഘകാലമായി നമുക്കുണ്ടായിരുന്ന ബന്ധങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവൻ നമ്മളത് സഹായിച്ച ഈ സിനിമയ്ക്ക് വേണ്ടി, എന്നെ സഹായിക്കുകയല്ല വ്യക്തിപരമായി, ഈ സിനിമ നല്ലതായതുകൊണ്ടും ഈ കഥ നല്ലതായതുകൊണ്ടും അതിന് ടോവിയുടെ ഭാഗത്തുനിന്നുണ്ടായ സപ്പോർട്ട്, പിന്നെ ഈ പ്രൊഡക്ഷൻ ഹൗസിലേക്ക് എത്തുന്നു, അത് വരെ ഉണ്ടായിരുന്നൊരു ടൈം ഭയങ്കരമായ അതെ ഭയങ്കര പ്രയാസമുള്ള കാലമായിരുന്നു. പക്ഷെ വൺസ് ഇത് ഓണായി കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റിയത്. മറ്റ് പ്രകൃതി വിഷയങ്ങളുണ്ടായിരുന്നു, മഴ, വയനാടായതുകൊണ്ട് കാട്ടിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാരവന്റെ പിറകിൽ രക്തം ഇങ്ങനെ തളം കെട്ടി കിടക്കുന്നു. അപ്പം വനം വകുപ്പ് അങ്ങനത്തെ ആൾക്കാരൊക്കെ വരുന്നു, പരിശോധിക്കുന്നു. ആരും മനുഷ്യനെ, ജൂനിയർ ആർട്ടിസ്റ്റിനെയോ ടെക്നിക്കൽ ആൾക്കാരെ ആരോ പിടിച്ചു, കടുവ പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഒരു മാനിനെ കടുവ പിടിച്ചുകൊണ്ട് പോയത് അന്ന് ഉച്ചയ്ക്ക് ശേഷം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത്രയും പ്രശ്നമുള്ള റിസ്ക്കുള്ള സ്ഥലം ആ കാട്. ബീനാച്ചി എസ്റ്റേറ്റ് എന്ന് വെച്ചാൽ ബ്ലാക്ക് പാന്തർ ഉള്ള കേരളത്തിലെ ഏക കാടാണ്. അതിനകത്ത് 5000-ഓളം മാനുകളുണ്ട്. അപ്പം അത് ഒരു പ്രൈവറ്റ് സ്ഥലം കൂടിയാണ്, പക്ഷെ കാടാണ് ആക്ച്വലി. അപ്പോൾ അങ്ങനെ പ്രതിസന്ധികൾ പലതരത്തിലുണ്ടായിരുന്നെങ്കിൽ പോലും അതിൻ്റെ ഒരു മേക്കിംഗ്, ഇപ്പം ആ കഥയെ അത്തരത്തിൽ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിസന്ധികളെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്തു എന്നാണ് ഞാൻ
വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്കം ഉണ്ടാകുന്നത്. റിസർച്ച് കൂടുതൽ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു ഒരു ലാൻഡ്സ്കേപ്പിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴേ ആദിവാസി ഊരുകൾ അതൊക്കെ നമ്മൾ അതിനെപ്പറ്റി ഒരു അറിവുണ്ടാവേണ്ടതും ഈ ഭാഷ ഇതിൽ യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ ആര്യ സലീമിന്റെ ക്യാരക്ടർ അവർ തമ്മിൽ സംസാരിക്കുന്ന ഭാഷ മനസ്സിലാക്കുന്നത് ഞാൻ ആ ഗോത്ര ഭാഷയാണെന്നാണ്, അല്ലെങ്കിൽ അത് അതിനൊരു റെഫറൻസ് എടുത്തുണ്ടാക്കിയതാണോ അല്ലെങ്കിൽ പ്രോപ്പർ അവർ സംസാരിക്കുന്നത്? ഞാൻ എൻ്റെ വീട് കീഴ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം അതിന്റെ തൊട്ടടുത്താണ് ആർളം ഫാം. അവിടെ സെറ്റിൽമെന്റ് ഉണ്ട്. അപ്പം അവിടെ ഫാമിലി അടുത്തിടയ്ക്ക് 2 പേരെ ആന ചവിട്ടിക്കൊന്നു. അത് വീട്ടിൽ എനിക്ക് നേരിട്ട് പരിചയം, എൻ്റെ അപ്പനും അമ്മയ്ക്കൊക്കെ പരിചയമുള്ള ആൾക്കാരായിരുന്നു. അപ്പം നമ്മൾ ചെറുപ്പത്തൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾക്ക് അത് എഴുതാൻ വലിയ പ്രയാസമാണ്. ആ ഭാഷ എഴുതാൻ പ്രയാസമാണ്. നമുക്കത് എഴുതി വെക്കൽ അത്ര എളുപ്പമല്ല. എഴുതി വെച്ച് എന്ന് മാത്രമല്ല എനിക്കത് പറഞ്ഞു കൊടുക്കാനും അത്ര എളുപ്പമല്ല. പക്ഷേ ഇതിൽ അഭിനയിച്ചത് ശരിക്കും റിയൽ ഏതാണ്ട് 500-500 പേര് ശരിക്കും ഗോത്രവിഭാഗങ്ങളുള്ള ആൾക്കാർ അഭിനയിച്ചു. പാഷനേറ്റ് നമ്മളൊരു സിനിമയിൽ സാധാരണ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്നവർക്ക് ക്യാമറയുടെ മുന്നിൽ നമ്മുടെ തലയെത്തുക. അപ്പം മേജർ ഫ്രണ്ടിലെ ആർട്ടിസ്റ്റിനെ കവർ ചെയ്ത് ഇവരെ ഇടിച്ചിട്ടൊക്കെ അങ്ങനെ ആർട്ടിസ്റ്റ് വരുന്ന പോലൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു. പക്ഷെ ഇവര് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് അവർക്ക് ഈ ക്യാമറ എന്നുള്ള മൈൻഡ് ഇല്ല. ശരിക്കും ആക്ടിങ് അതാണ്, ക്യാമറ കൺസേൺ ആവരുത് എന്നുള്ളതാണ് ആക്ടിങ്ങിന്റെ ഏറ്റവും ബേസിക് റൂൾ. അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് അവർ സിനിമയിൽ അഭിനയിക്കാൻ വന്നതല്ല, അവർ ഇതിന്റെ തൊഴിൽപരമായ ആവശ്യങ്ങൾ എന്ന നിലക്ക് ആയിരിക്കും ചിലപ്പോൾ അതിനെ സമീപിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പറയുന്നത് എക്സാക്ട് കരയാൻ പറയുമ്പോൾ കരയുന്നു, ശോഭിക്കാൻ പറയുമ്പോൾ ശോഭിക്കുന്നു. അങ്ങനത്തെ ഇമോഷൻസ് ഒക്കെ അവർ ക്യാച്ച് ചെയ്തിട്ട് ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സമീപ ഭാവിയിലല്ല കേരളത്തിൽ തന്നെ ഇത്രയും പേരെ ഇങ്ങനൊരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. പക്ഷെ അതിലൊരു ഇത്രയും പേരെ ഒന്നിപ്പിക്കാൻ കോർഡിനേഷൻ അത് പ്രൊഡക്ഷൻ ഹൗസിന്റെ കൂടെ എങ്ങനെയാ അവരെ സമീപിച്ചത്? അതായത് പൊതുവെ പറയുമല്ലോ ഇപ്പൊ അവർക്ക് എപ്പോഴും ഈ ഒരു ഏരിയയിലേക്ക് വരാൻ താല്പര്യം കുറവുണ്ടായിരിക്കും. അല്ല, ബേസിക്കലി നമ്മൾ പോയി കാണുക, അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള നമ്മുടെ ടീം ആൾക്കാർ എല്ലാവരും അവരുടെ ഊരുകളിൽ പോയി അവരുടെ സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്കുള്ള ആവശ്യങ്ങൾ അവർക്ക് ശരിക്കും അവർ എങ്ങനെയാണ് അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ സിനിമയിലേക്ക് എത്തിക്കാൻ പറ്റുക എന്ന തരത്തിൽ സംസാരിച്ച് പിന്നെ നമ്മൾ അതിനൊരു കോർഡിനേഷൻ ടീമിനെ ഉണ്ടാക്കി അവരെ ഡെയിലി വന്ന് തിരിച്ചു കൊണ്ടുപോകുന്ന തരത്തിൽ വളരെ കെയർഫുൾ ആയിട്ട് അതിനെ കൈകാര്യം ചെയ്ത് നമ്മൾ അവരെ സിനിമയിൽ യൂസ് ചെയ്യുക. അവർ വളരെ സിൻസിയർ ആയിരുന്നു. എന്താ വെച്ചാൽ വരിക, ജോലി ചെയ്യുക, പൈസ മേടിച്ച് പോകാന്നുള്ളതല്ല. ഇപ്പം ഒരു ഷോട്ട് കഴിഞ്ഞാൽ അടുത്ത ഷോട്ടിനിടയിലൊക്കെ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് മഞ്ഞത്താണ്, ഡിസംബറിൽ വയനാട്ടിൽ ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഇവർ അവിടെ ഇരുന്ന് തീ കൂട്ടിയിരിക്കും. ഇപ്പം നമ്മളും തണുത്തിട്ട് ഇടയ്ക്ക് അവരുടെ കൂടെ പോയിരുന്ന് തീ കായും. അങ്ങനെ ഭയങ്കര സിൻസിയർ ആയിട്ടാണ് ഒരു തരത്തിൽ ഫാമിലി പോലെ. ഇപ്പം അതിലുള്ള ഗംഗാധരേട്ടൻ, പ്രസാദിന്റെ വൈഫ്, അപ്പോൾ കുഞ്ഞ്, അപ്പം നമ്മളൊക്കെ ആയിട്ട് ഒരു ഭയങ്കര ഫാമിലി പോലെയാണ് നമ്മൾ. അവരുടെ കടയിലെ പാട്ടുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് സിനിമയിൽ. അവിടെ ഇവിടെ ട്രെയിലറിൽ കണ്ട പാട്ട് ആതിര എന്നുള്ളൊരു കുട്ടി പാടിയതാണ്. അതെ, അവര് നാടൻ പാട്ടുകളൊക്കെ പാടുന്ന കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അങ്ങനെ ഒരു ഫാമിലി ബോണ്ടിങ് ആണ് അവർ തമ്മിൽ ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു പോസിറ്റീവ് സ്പേസ് ഉണ്ടാക്കിയാൽ മാത്രമേ സിനിമയ്ക്ക് നല്ല. ഇപ്പം രാവിലെ മുതൽ മൈക്കിൽ തെറി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പം കുറച്ചും കൂടി ഒരു സൗഹൃദപരമായ അന്തരീക്ഷം ഉണ്ടാക്കിയാൽ മാത്രമേ ഇതിനൊരു പോസിറ്റീവ് ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഒരു ആളുകളെ കൊണ്ടുവരുമ്പോൾ അതിൽ പ്രായമായ അമ്മച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഒരു മടുപ്പോ ക്ഷീണോ ഒന്നും ഇല്ലാതെ ഭയങ്കര സിൻസിയർ ആയിട്ട് നിൽക്കുകയും അത്ര ലൈവായി നിൽക്കുക എന്നുള്ള പ്രയാസമാണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ക്ഷീണമൊക്കെ തോന്നിട്ടുണ്ടല്ലോ. പക്ഷെ അതൊക്കെ ഭയങ്കര ലൈവായിരുന്നു, ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. എന്ന് മാത്രം ഭയങ്കര സിൻസിയർ ആയിട്ടാണ്, ജെന്യുവൻ ആയിട്ടാണ് നിന്നത്. ആര്യ സലീമിനൊക്കെ ഈ ഭാഷ പഠിപ്പിക്കുന്നത് എങ്ങനെയായിരുന്നു? അത് അവരുടെ കൂടെ ഹെൽപ്പ്. പ്രസാദ് എന്ന് പറഞ്ഞ ആളുടെ പ്രസാദാണ് ഇവരൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രസാദിന്റെ ഹെൽപ്പാണ് അത് ഉണ്ടായത്. പ്രസാദ് ഈ നാടകങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ആ കൾച്ചറിൽ നിന്നുകൊണ്ട് ആ കൾച്ചറിനെ എലവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള പരിപാടികൾ സെറ്റ് ചെയ്യുന്ന പ്രസാദിന്റെ ഹെൽപ്പ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. ടോവിനോന്റെ ക്യാരക്ടർ ഇപ്പൊ കൽക്കി ആണെങ്കിലും തരംഗം, അന്വേഷിപ്പൻ, ലാസ്റ്റ് ഒക്കെ നമ്മൾ പലതരം പോലീസ് വേഷങ്ങൾ കണ്ടു. അപ്പൊ ഇവിടെ എത്തരത്തിലൊരു പോലീസാണ് ക്യാരക്ടറിനെ കുറിച്ച്? ഇത് സത്യം പറഞ്ഞാല് പല തരം പിന്നെ പല ഗ്രാഫുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു സാധാരണക്കാരൻ മനുഷ്യനെ അയാൾ ഒരു ഘട്ടത്തിൽ പോലീസ് ആവുന്നു. അതിനുശേഷം പോലീസിങ്ങിന്റെ പല സ്റ്റേജുകളും പല ഡയമെൻഷൻസ് ഉണ്ടല്ലോ, അതിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു ഇതാണ്. കുറച്ച് മിസ്റ്ററി ഉള്ളത് ഞാൻ പറയുന്നു, അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നു. പക്ഷെ കുറച്ച് കോംപ്ലക്സ് ആയ ക്യാരക്ടറാണ്. കോംപ്ലക്സ് ആയ ഇമോഷൻസ് ഉണ്ട്. ഈ പല എന്താ പറയുക, ഒരു ഇമോഷണൽ ശരിക്കും ഇത് വർഗീസ് പീറ്റർ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ഒരു ഇമോഷണൽ ട്രാവലാണ് ഈ സിനിമ. അതിനിടയിൽ അയാൾ എത്തിപ്പെടുന്നതായ പല സിറ്റുവേഷനുകളുണ്ട്, പ്രണയം ഉൾപ്പെടെ, ഫാമിലി ഇഷ്യൂ ഉൾപ്പെടെ. അങ്ങനെ പോയിട്ട് അതിൻ്റെ ഗ്രാഫ് കൂടി പോയി. അതാണ് ആ ക്യാരക്ടറിൻ്റെ ഗ്രാഫ് തന്നെയാണ് സിനിമയുടെയും ഗ്രാഫ്.
അപ്പം പലതരം എന്താ പറയുക ഇമോഷണലായ ഇൻറ്റൻസിറ്റി ഉള്ള ഇമോഷണൽ രംഗങ്ങളിലൂടെയാണ് ആ ക്യാരക്ടർ കടന്നു പോകുന്നത്. ഇച്ചിരി കോംപ്ലക്സ് ആണ്, പക്ഷേ ടോവിനോ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടും പവർഫുള്ളായിട്ടും അത് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസവും കോൺഫിഡൻസും ഒക്കെ. ട്രെയിലറിൽ ഫസ്റ്റ് കാണിക്കുന്ന ഒരു ക്ലോസിൽ വരുന്ന ഒരു ലുക്ക് ഉണ്ട്. ആ ലുക്കിൽ തന്നെ നമുക്ക് പെട്ടെന്നൊരു മീശയൊക്കെ അങ്ങനെ ഒരു എന്തോ ഒരു പ്രത്യേകത തോന്നി. പ്രത്യേകിച്ചും പുള്ളിയുടെ ആ സ്ക്വയർ ഫേസിനെയൊക്കെ അങ്ങനെയാ നമുക്ക്. അത് ടൊവിയുടെ ഐഡിയ ആയിരുന്നു ആക്ച്വലി. നമ്മൾ ലുക്കിൽ എന്തെങ്കിലും ഡിഫറൻസ് വെക്കണം എന്നുള്ളത് ആലോചിച്ച സമയത്ത് ടൊവിയുടെ തന്നെ ഒരു ഐഡിയ ആണ്. നമുക്ക് മീശ നമുക്ക് അത്തരത്തിൽ പിടിക്കാം. പിന്നെ ബാക്കി ജസ്റ്റസ് ഒക്കെ നമ്മൾ മാനേജ് ചെയ്തെങ്കിൽ പോലും ആ മീശ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അത് മൊത്തത്തിലൊരു ഫ്രഷ് അപ്പീൽ ഉണ്ട്, കഥയ്ക്കുണ്ട്. പിന്നെ ആ പ്രസന്റ് ചെയ്യുന്ന സമയത്തൊക്കെ അത് നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട് ലുക്ക് വൈസ്. പിന്നെ ടൊവിയുടെ സംബന്ധിച്ച് ഈ പറഞ്ഞുള്ള വയനാട്ടിലെ ഷൂട്ട് രാത്രി ഷൂട്ട് ചെയ്ത് രാവിലെ ഏർലി മോർണിംഗ്. ഇപ്പം സുരാട്ടനായാലും ശരി, ചേരൻ സാറായാലും ഇത് ഒരു സ്ഥലത്ത് ഷൂട്ടും താമസിക്കുന്നത് ഒരു സ്ഥലത്തുമായിരിക്കും. അപ്പോൾ അവിടുന്ന് രാവിലെ വർക്കൗട്ടും കഴിഞ്ഞ് ഈ പറയുന്ന അടിയിട്ടി ബഹളങ്ങൾക്ക് വന്ന് നിൽക്കുക എന്നുള്ളത് അത് കമ്മിറ്റ്മെന്റിന്റെ ഭാഗം കൂടിയാണ്. അത് എല്ലാവരുടെ ഭാഗത്തുനിന്നും, എസ്പെഷ്യലി ടൊവിയുടെ ഭാഗത്തുനിന്ന്. ഫിറ്റ്നസ് പ്രത്യേക ട്രെയിനിങ് അങ്ങനെ എന്തെങ്കിലും പോലീസ് ആണല്ലോ, പോലീസിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി, ആ ഫിറ്റ്നസ് അത്ര മാത്രം തന്നെ. അല്ലാതെ ഇവർക്ക് എന്തെങ്കിലും ഫൈറ്റിന് വേണ്ടിയുള്ള ട്രെയിനിങ് അങ്ങനെ ഇല്ല. നോർമൽ ഈ പോലീസ് ഫോഴ്സിന്റെ ആക്ച്വലി സിനിമയ്ക്ക് ഉണ്ടാവുന്ന പ്രിപ്പറേഷൻസ് എക്സ്ട്രാ പരിപാടികളൊന്നും. ഈ ബാക്കി കാസ്റ്റിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ ഈ റിസംബ്ലൻസ് പറഞ്ഞു ആര്യ സലീമിന്റെ, അങ്ങനെ ചില റിസംബ്ലൻസുകൾ കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള കാസ്റ്റിംഗ് ആണോ നടന്നത്? അതാണ് റിയൽ ആവണം ആക്ച്വലി. ആൾക്കാർ ഇപ്പോൾ സാധാരണ സിനിമകളിൽ പല സിനിമകളിലും ഇത്തരം അടയാളപ്പെടുത്തൽ നടത്തുമ്പോൾ സാധാരണ ആൾക്കാരെ തന്നെ ഉപയോഗിച്ചിട്ട് കുറച്ച് കളർ പാലറ്റൊക്കെ മാറ്റി ചെയ്യാറാണ് പതിവ്. അപ്പോൾ അതല്ലാതെ തന്നെ റിയൽ ആയിട്ടുള്ള ആൾക്കാരെ തന്നെ ബാക്കി ഈ മെയിൻ ലീഡ് വരുമ്പോൾ ചേരൻ സാർ വരുന്നത്, സുരാജേട്ടൻ അങ്ങനത്തെ കാസ്റ്റിലേക്ക് വരുമ്പോൾ അതല്ലാതെ ചേരൻ സാറിന് പിന്നെ മലയാളത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ചേരൻ സാറ് പോലീസ് വേഷം ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു തമിഴിലും. അപ്പോൾ അതൊരു വ്യത്യസ്തമായ കാസ്റ്റിംഗ് ആയിരിക്കുമല്ലോ. അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ അതാണെങ്കിൽ കുറച്ച് എന്താ പറയാ, പ്രെഡിക്റ്റബിൾ അല്ലാത്തൊരു അൺപ്രെഡിക്റ്റബിൾ ക്യാരക്ടറാണ് പുള്ളിയുടെ. സുരാജേട്ടൻ്റെ സത്യത്തിൽ ഭയങ്കര ഇന്റൻസ് ആയ പെർഫോമൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. നമ്മൾ പോലീസ് വേഷത്തിൽ സുരാജേട്ടനെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഉണ്ടെങ്കിലും പഴയ കോമഡി ഇപ്പോഴത്തെ ഇതിലേക്ക് വരുമ്പോൾ വലിയൊരു ഗ്രാഫ് ചേഞ്ച്. ഇമോഷണൽ ക്യാരക്ടറാണ്. ഈ ഇഷ്കില് ശരിക്കും ഷൈൻ ടോം ചാക്കോന്റെ ക്യാരക്ടർ സുരാട്ടനായിരുന്നു. സുരാട്ടന് ദീർഘകാലമായിട്ടുള്ള ബന്ധം. അപ്പം സുരാട്ടൻ്റെ ഈ ഫുൾ സ്ക്രിപ്റ്റാണ് വായിച്ചത്. സാധാരണ ആ ക്യാരക്ടർ മാത്രമല്ല പറയാം. സുരാട്ടൻ ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് സുരാട്ടൻ്റെ പോർഷൻ അല്ലാണ്ട് ടോട്ടൽ സിനിമയ്ക്ക് പുള്ളിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും, മറ്റ് ചില അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്തു. അത് ഈ സിനിമയോടുള്ള സ്നേഹം കൊണ്ടാണ്. മാറിപ്പോയത് എന്താ പിന്നെ? ആ സിനിമയിൽ ശരിക്കും ടൊവിയും സുരാട്ടനായിരുന്നു നമ്മൾ ആദ്യം, ഷൈനുമാരും. അപ്പോൾ അത് പിന്നെ പ്രൊഡക്ഷൻ ഇഷ്യൂസ് ഒക്കെ ഒന്നും മാറിയത്. അപ്പോൾ ടൊവിയായിട്ടും നമ്മൾ നേരത്തെ ഫസ്റ്റ് സിനിമ വേറെ തരത്തിലാണ് ചെയ്യുന്നത്. 2014 നമ്മൾ ഈ ടൊവിയുടെ കമ്മിറ്റ്മെന്റ്. അത് അവന് എന്ത് കിട്ടിയാലും അത് പൂർണ്ണനല്ല, അവന് വേണം മോർ എന്നുള്ളത്. ആ ത്വരയാണ് അവനെ മുന്നോട്ട് നയിക്കുന്നത്. കുറച്ചും കൂടി വേണം, കുറച്ചും കൂടി നന്നാവണം, ഇത് പോരാ എന്ന് പറയുന്ന എല്ലാ രാവിലെയും അവനെ നയിക്കുന്ന ഘടകം അതാണ് എനിക്ക് തോന്നുന്ന കേട്ടോ. ഇപ്പൊ തെറി പറയാന്ന് അറിയില്ല. എനിക്കതിൽ എക്സാമ്പിൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ 7th ഡേ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അസോസിയേറ്റ് ആണ്. അപ്പം എനിക്കാണ് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. അപ്പം അതിന്റെ ആ എബി എന്നുള്ള ക്യാരക്ടർ ശരിക്കും ക്ലിഫിന്റെ മുകളിൽ താഴോട്ട് ചാടുന്നത് പോലെ ആ സീക്വൻസ് എടുക്കുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ആ ക്ലിഫിലാണ് ഷൂട്ട് ചെയ്തത്. അതായത് ജിമ്മി ജിബൊക്കെ കുറച്ച് ദൂരം വെക്കുന്നു ഇങ്ങനെ. അപ്പൊ ഞാൻ ആക്ഷൻ കണ്ടിന്യൂറ്റിയാണ് എന്റെ ജോലി. അപ്പൊ ഞാൻ എന്തായാലും അപ്പൊ ഞാനൊരു വെള്ളം പോകുന്നുണ്ട്, അതിന്റെ വെള്ളം പോയി അത് കടന്ന് അതിന്റെ അറ്റത്തെന്ന് പറഞ്ഞാൽ ക്ലിഫ് പോയിന്റ് അവിടെ നിന്നിട്ട് അവൻ ഷോട്ട് ചെയ്തിരുന്നു. അത് കൂടെ പിന്നെ വിനയും പിന്നെ പ്രവീണും ജനനേയറും അങ്ങനെ പിന്നെ അനുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ എന്നാൽ പോലും ടെക്നിക്കലായിട്ടുള്ള ആൾക്കാർ പോലും ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് ആ ആത്മാർത്ഥത കണ്ടിട്ടേ ഞാൻ ഇവൻ അത്ര ആത്മാർത്ഥമായിട്ടാണ് ക്ലിഫിൽ നിന്നിട്ട് അത് ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ ഫിസിക്കൽ എഫേർട്ടാണ്. എന്നാൽ പോലും അതിന് നമ്മളെ നയിക്കണമല്ലോ. ഇത് ഞാൻ അവിടെ പോയി നിൽക്കണം, അത് സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നതാണ് എന്ന തരത്തിൽ അത് അവിടെ നിൽക്കണല്ലോ. അപ്പം അതൊക്കെ ആ കാലത്തെ അത്തരത്തിലുള്ള ഇവന്റെ കമ്മിറ്റ്മെന്റിനെ നമ്മൾ നോട്ടീസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളൊരു ഷോട്ട് പറയുകയാണെങ്കിൽ അത് സിനിമയ്ക്ക് വേണം. ഇപ്പൊ ഇതിൽ തന്നെ ഒരു സിംഗിൾ ഷോട്ട് പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, വലിയ ക്യാമറസ്.
അപ്പോൾ അത് നല്ല റിഹേഴ്സലൊക്കെ എടുത്ത് നമ്മൾ ചെയ്തതാണ്. അത് ഭയങ്കര പ്രയാസം അത് ചെയ്തെടുക്കാൻ. അപ്പം അതിൽ പറയുമ്പോൾ അതിന് സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നുള്ളതുകൊണ്ട് നമുക്ക് നിന്ന് തരാം. അത് ആ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമാണ്. ജെയ്ക്സുമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ നിങ്ങളുടെ ആ ഒരു മ്യൂസിക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അനുരാജിന്റെ ഒരുപാട് കാര്യങ്ങൾ ചേട്ടനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അതിന്റെ ഒരു വിഷൻ വന്നത്, ഇതിന്റെ മ്യൂസിക് കുറെ പഠിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി എന്ത് വേണമെന്ന് കൃത്യമായി ആലോചിച്ചിട്ടുണ്ട്. അതുപോലെ പുള്ളിയും ഈ ട്രൈബൽ മ്യൂസിക്കിനെ നല്ലോണം എക്സ്പ്ലോർ ചെയ്തു. അത് കുറെ ചെയ്തു. അപ്പൊ ഒരു മ്യൂസിക്കിന്റെ ധാരണ എന്തായിരുന്നു പ്രാവശ്യം? അല്ല, ഇതിൽ ഞാൻ പറഞ്ഞ ലേസ് ഓരോ 15-20 മിനിറ്റ് കഴിയുമ്പോൾ ഇതിന്റെ മോഡ് മാറിക്കൊണ്ടിരിക്കും, സിനിമയുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ സമയത്തും അതിൻ്റെതായ കൾച്ചറൽ മ്യൂസിക്സ് പിടിക്കണം. ഇപ്പോൾ ഈ 15 മിനിറ്റ് അല്ല 20 മിനിറ്റ് ഈ ഫാമിലി ബാക്ക്ഡ്രോപ്പിനെ പുഷ് ചെയ്യേണ്ടത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ലവ് സോങ് വരുന്നത്. അപ്പോൾ ആ പാട്ട് അത്രമേൽ വൃത്തിയുള്ള പാട്ടായിരിക്കണം, അത് ആൾക്കാർക്ക് കണക്ട് ആവണം തിയേറ്ററിൽ. അതിന്റെ മുൻധാരണയോട് സമീപിച്ചുകൊണ്ടാണ് ആ പാട്ട് അത്രയും നന്നായി വന്നത്. പിന്നെ ട്രെയിലറിന്റെ കാര്യമായാലും പോലും ആ പോർഷനിൽ നമുക്ക് ഈ ടൈപ്പ് എ അല്ല, വേറെ തരത്തിലാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. അത് ജെയ്ക്ക് ചേട്ടൻ ബ്യൂട്ടിഫുള്ളായി ചെയ്യും എന്നത് ഉറപ്പാണ്. അപ്പോൾ അത് പുള്ളിയുടെ ഫ്രീഡത്തിന് വിട്ടുകൊടുക്കുക, മാറി നിന്ന് വാച്ച് ചെയ്യുക നല്ലതാണ്. ഭയങ്കര എക്സൈറ്റഡാ കുറിച്ച് പറയുമ്പോൾ. ഒരു ശ്രമമുണ്ട് ഈ സിനിമയ്ക്ക്, ആത്മാർത്ഥമായ ശ്രമമുണ്ട്. കല്യാശ്ശേരി തെസിസിലാണെങ്കിലും ഇഷ്കിലാണെങ്കിലും അതിൽ ഫിക്ഷൻ്റെ അകത്ത് അതിലൊരു പൊളിറ്റിക്സ് ഉണ്ട്, നിങ്ങളുടെ പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ എത്രമാത്രം ഒരു സംവിധായകൻ്റെയും റൈറ്ററേയും പൊളിറ്റിക്സ് സിനിമയിൽ, നിങ്ങളെന്ന സംവിധായകൻ്റെയും റൈറ്ററേയും പൊളിറ്റിക്സ് എത്രമാത്രം സിനിമയിൽ കാണാം? അതെ, ബേസിക് ആയിട്ട് നമ്മുടെ പൊളിറ്റിക്സ് പറയാൻ വേണ്ടിയിട്ട് ഒരു സിനിമ എടുക്കുകയോ ഒരു കഥ എഴുതുകയോ ചെയ്യുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം, അതിന്റെ ശരിതെറ്റുകൾ അവരുടെ. എനിക്ക് വ്യക്തിപരമായിട്ട് അതിനോട് യോജിപ്പില്ല. കാരണം അവിടെ എസ്തെറ്റിക്സ് താന്നു പോയി. ഒരു കഥാപാത്രത്തിന്റെ പൊളിറ്റിക്സ് ആണ് പറയാം, അല്ലെങ്കിൽ മൊത്തത്തിലൊരു കഥാവിഷയത്തിന് ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും, അതും പറയാം. അപ്പം ഈ കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് നമ്മളാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ശതമാനം നമ്മുടെ പൊളിറ്റിക്സും വരും. അത് സ്വാഭാവികമാണ്. ചേർന്ന് പരുവപ്പെടുന്നതാണ് ഒരു കഥാപാത്രം. കാരണം ഇത് ശൂന്യതയിൽ അല്ലല്ലോ, നമ്മള് എഴുതുന്നതാണ്. നമ്മളൊരു കഥാപാത്രത്തെ എഴുതുമ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങൾ ഉണ്ടാവും, നമ്മൾ വായിച്ചതും നമ്മൾ കണ്ട സിനിമകൾ, കേട്ട കഥകൾ, നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, ഇവരിൽ നിന്നൊക്കെയാണ് നമ്മളൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത്. അതിൽ നമ്മുടെ ആത്മാംശം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെയും പൊളിറ്റിക്സും ആ കഥാപരിസരത്തിന്റെ പൊളിറ്റിക്സും ടോട്ടൽ കഥയുടെ പൊളിറ്റിക്സും ഒക്കെ ചേർന്നിട്ടാണ് എന്താ പറയുക ഒരു മൊത്തത്തിലൊരു ടെക്സ്റ്റിന്റെ പൊളിറ്റിക്സ് ഉണ്ടാവും. അപ്പം ഇതിൽ നമ്മളൊരു സംഗതി എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പൊളിറ്റിക്സിൻ്റെതായ അംശങ്ങൾ അതിലുണ്ടാവും. അത് നമ്മൾ വിചാരിച്ചാലും മാറ്റാൻ പറ്റത്തില്ല, വിചാരിച്ചില്ലെങ്കിലും അത് ഉണ്ടാവുകയും ചെയ്യും. അപ്പം അതൊരു സ്വാഭാവികമായ കാര്യമാണ്. പിന്നെ അതിനകത്ത് നമ്മൾ മറ്റു തരത്തിൽ എന്താ പറയുക, നമ്മളതിനെ ബോധപൂർവ്വം അതിനകത്ത് മറ്റ് സംഗതികൾ ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഈ എസ്തെറ്റിക്സിനോട് നീതി പുലർത്താൻ പറ്റുന്നൊരു കാര്യം. സിനിമയോടായാലും ചെറുകഥയായാലും തിരക്കഥയായാലും ഒക്കെ. അപ്പം അത് നമ്മൾ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടുമില്ല, ഇനി ചെയ്യത്തുമില്ല. നമ്മൾ വളരെ ജെന്യുവനായിട്ട് കഥാപാത്രങ്ങൾക്കൊപ്പം പോവാന്നുള്ളതാണ് എപ്പോഴും ഞാൻ എടുക്കുന്ന ഒരു എന്താ പറയുക, ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. അധികം റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത് വരുന്ന സിനിമകളിൽ, അധികമല്ല ചില സിനിമകളിൽ കാണുന്ന ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് പിടിക്കാനുള്ള ഒരു ശ്രമം കാണാറുണ്ട്. അപ്പം അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കിയേക്കാൻ പറ്റില്ല. അത് അബിൻ പറഞ്ഞതിന്റെ കൂട്ടി പറയുകയാണെങ്കിൽ, എനിക്ക് കൃത്യമായ രാഷ്ട്രീയ ധാരണകളുള്ള ആളാണ് ഞാൻ. എനിക്ക് ഈ പറഞ്ഞ കൊടിയടയാളങ്ങൾ കൃത്യമായിട്ടുള്ളതാണ്. പക്ഷെ അത് ഞാൻ സിനിമയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ, ഫോഴ്സ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യാൻ, ഒരു രാഷ്ട്രീയ പാർട്ടിയെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട്, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ ശരിവെക്കാൻ വേണ്ടിയിട്ട് ഞാൻ സമീപിക്കാറില്ല. ഞാൻ ഒരു സിനിമയെ ചെയ്തിട്ടുള്ളൂ. എന്നാൽ പോലും രണ്ടാമത്തെ സിനിമേൻ്റെ കാര്യത്തിൽ പോലും അങ്ങനെ ഒരു സോഷ്യൽ സ്റ്റാൻഡ് ഞാൻ എടുക്കാൻ സാധ്യതയില്ല. ഞാൻ അത്തരത്തിലുള്ളൊരു ഇമേജറി എൻ്റെ ഉള്ളിലില്ല. പക്ഷേ നമുക്ക് ആ വിഷയത്തെ, ഇപ്പം ഞാൻ ഈ പറയുന്ന വിഷയം, ഇപ്പം നാളെ ചെയ്യാൻ പോകുന്ന സിനിമയിൽ ആ വിഷയത്തിൽ, ആ കഥാഗതിയിൽ അതിൽ വരേണ്ട സാധനങ്ങളെക്കുറിച്ച്, ഇപ്പം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ കൊടിയടയാളങ്ങൾ മാത്രമല്ല. ഇപ്പം നടന്നു പോകുന്ന വഴിയിലൊരു കുപ്പിച്ചിലുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റിയാൽ പുറകെ വരുന്ന ഒരാളുടെ കാലിൽ അത് ഇറക്കില്ല എന്നുള്ള ലോജിക്കും കൂടിയാണ് രാഷ്ട്രീയം. അപ്പം അത് ഉണ്ട്, അത് അഭിൻ പറഞ്ഞതുപോലെ അത് നമ്മുടെ ഉള്ളിലുണ്ട്, അത് ബ്ലഡിലുണ്ട്, എല്ലാവരുടെയും ഉള്ളിലുണ്ടാവും. അത് എത്രത്തിലായിരിക്കും എന്നുള്ളതാണ്. ഇപ്പം ഞാൻ നടന്നു പോകുന്നു, ഒരു കുപ്പിച്ചില് കാണുന്നു, പിറകെ നടന്നു വരുന്ന ആളുടെ ജാതി, മതം, രാഷ്ട്രീയം നോക്കിയിട്ട് ചിലപ്പോൾ അതെടുത്ത് മാറ്റണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നവരുണ്ടാവും. പക്ഷെ നമ്മൾ അത്തരത്തിലുള്ള ആളല്ല. അത് മനുഷ്യരാണ് പിറകെ വരുന്നത്, അത് കുപ്പിച്ചിലെടുത്താൽ ആ മനുഷ്യൻ്റെ കാലിൽ അത് കൊള്ളില്ല എന്നുള്ളതാണ് ബോധ്യം. ആ ബോധ്യത്തിലാണ് നമ്മൾ പോകുന്നത്. ഈ സിനിമയ്ക്കും കൃത്യമായ ന്യൂട്രൽ അല്ലാതെ കൃത്യമായ സ്റ്റാൻഡുണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്. ഈ സിനിമയ്ക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അത്യന്തികമായി ഗുണം ചെയ്യുന്നത് വളരെ സപ്രസ്ഡ് ഒപ്രസ്ഡ്
ഗെയിമാണല്ലോ ലോകം ഒട്ടാകെ നടക്കുന്നത്. അതെ. അതിൽ ആരൊപ്പം നിൽക്കണം എന്നുള്ളത് സിനിമ പറയുന്നുണ്ട്. അത്തരം സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ അത്തരം സൃഷ്ടികൾ ഇപ്പോൾ എഴുത്തിലുണ്ടാകുമ്പോഴും നമ്മളിപ്പം കഴിഞ്ഞ വർഷങ്ങൾ എത്രയോ ഇങ്ങനത്തെ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. സിനിമയിലുണ്ടാകുമ്പോഴും തുടർന്നുണ്ടാകുന്ന ഒരു സാധനത്തിനെ നമ്മൾ മുന്നിൽ കാണുന്നുണ്ടല്ലോ. ചിലപ്പോൾ ചില ചർച്ചകൾ ഉണ്ടായേക്കാം. അതിനെ എങ്ങനെയാ ചർച്ചകൾ ഈ തരത്തിലാണ് വരുന്നത് എന്നുള്ളതാണ്. ചർച്ചകൾ പോസിറ്റീവ് ചർച്ചയാണ്, നമ്മളതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. നമ്മൾ കണക്ക് കൂട്ടാത്ത ചർച്ചകളൊക്കെ ആണെങ്കിൽ അതിന്റെ വഴിക്ക് വിടുക എന്നുള്ളൂ. പക്ഷെ ഉറപ്പായിട്ടും എന്ത് തന്നെ ആയാലും രണ്ടഭിപ്രായം ഉണ്ടാവും. തീർച്ചയായിട്ടും എന്ത് 100% ശരിയെന്ന് പറയുന്ന ഒരു സാധനമില്ല. 100% ഇപ്പോൾ ഒരു പെയിന്റിങ് വരച്ചു വെക്കുന്നു. ആ പെയിന്റിങ്ങിൽ പെയിന്റ് ചെയ്ത ആൾ ഉദ്ദേശിക്കുന്ന സാധനമായിരിക്കില്ല അത് കാണാൻ വന്ന 50 പേർക്കുള്ളത്. 50 ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടാവും. അതാണ് കലയുടെ സ്വാതന്ത്ര്യം. ഒരാൾ ഒരു സൈക്കിളിൽ ഒരു ജംഗ്ഷനിൽ പോയി തിരിച്ചു വരുന്നു. അപ്പം ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ജംഗ്ഷനുണ്ട്, സൈക്കിളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നിങ്ങളുടെ മനസ്സിലത് വേറേതാണ്, അബിൻ്റെ മനസ്സിൽ വേറെയാണ്. അപ്പോൾ അതാണ് കലയുടെ കുറച്ചും കൂടി വലിയ ഫ്രീഡം. അപ്പം അതിനെ കുറച്ചും കൂടി ഇതൊരു വലിയ യുദ്ധമൊന്നുമല്ല ഒരു സിനിമ ചെയ്യുക എന്നുള്ളതാണ്. മറ്റ് ഇതിനെക്കാട്ടും വലിയ വലിയ പരിപാടികൾ ഉണ്ട്. സിനിമ ചെയ്യുന്നത് നമ്മുടെ ഒരു സന്തോഷത്തിന്റെ ഭാഗമായി ചെയ്യുന്നു. അതിനൊരു പ്രൊഡ്യൂസറെ കണ്ടെത്തുന്നു, അയാൾക്ക് ആ പൈസ തിരിച്ചു കിട്ടുന്നു. ഒരു ബിസിനസ്സാണ് സിനിമ ആക്ച്വലി. അതും കൂടി ചേർത്താണ് സിനിമ എപ്പോഴും. പക്ഷെ ഈ പറഞ്ഞ ഒരു വിഭാഗത്തിനൊപ്പം നിൽക്കുക, അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സിനിമയാവാല്ലേ. അപ്പോൾ നമുക്ക് നരിവേട്ടയ്ക്ക് വെയിറ്റിംഗ് ആണ്. ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. കാരണം തീർച്ചയായിട്ടും കാണാനും അത്രയധികം എക്സൈറ്റഡ് ആണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.